അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 20 അധ്യായം 3 വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് വായിക്കാം. എനിക്കും മരണത്തിനും മധ്യേ ഒരു അടി അകലം മാത്രമേയുള്ളൂ എന്ന് സത്യം ചെയ്ത് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദഭാഗമാണ് നാം കേട്ടത്. കാണാതെ പോയ അപ്പൻ്റെ കഴുതയെ കണ്ടുപിടിക്കുവാൻ കഴിവില്ലാത്തവനും ദേശത്തെ പ്രവാചകൻ എവിടെ താമസിക്കുന്നു എന്ന് അറിവില്ലാത്തവനും ദൈവത്തെ അന്വേഷിക്കാത്തവനും ആയിരുന്നു ശൗൽ എന്ന കീശിൻ്റെ മകൻ. അവനുണ്ടായിരുന്ന ഒരേയൊരു യോഗ്യത ഇസ്രയേൽ പുരുഷന്മാരിൽ ഉയരം കൂടിയവൻ എന്നത് മാത്രമായിരുന്നു. ദൈവം തൻ്റെ ആത്മാവിനെ നൽകിക്കൊണ്ട് ശൗലിനെ ശക്തനാക്കി തീർത്തു. ദൈവം അവനെ ധൈര്യവാനാക്കി തീർത്തു. 2 പ്രാവശ്യം ദൈവം അവനെ ശോധന ചെയ്തപ്പോൾ 2ലും അവൻ പരാജയപ്പെട്ടു. ശമൂവേൽ പ്രവാചകൻ കഴിക്കേണ്ടിയിരുന്ന യാഗം അവൻ വരുവാൻ താമസിക്കുന്നു എന്ന് കണ്ട് താൻ തന്നെ യാഗം കഴിച്ച് ന്യായപ്രമാണം ലംഘിച്ചു. തന്നെയുമല്ല, മരുഭൂയാത്രയിൽ ഇസ്രയേൽ മക്കൾ വിശന്നും ദാഹിച്ചും ഇരുന്നപ്പോൾ ഇസ്രയേൽ മക്കളുടെ പിന്നാലെ നടന്നിരുന്ന സ്ത്രീകളെയും കുഞ്ഞുകുട്ടികളെയും ഗർഭിണികളെയും വൃദ്ധജനത്തെയും അമാലേക്കർ പുറകിൽ കൂടി വന്ന് കൊന്നുകളഞ്ഞത് ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ നീ അവരെ ആകാശത്തിന് കീഴിൽ നിന്നും നശിപ്പിച്ചു കളയണമെന്ന് ശമൂവേൽ പ്രവാചകൻ മുഖാന്തരം ലഭിച്ച കൽപ്പന ശൗൽ അനുസരിച്ചില്ല. ശമൂവേൽ പ്രവാചകനെ ശൗൽ ആദരിക്കാതെ അവനെ അപമാനിച്ചു. ഈ കാരണങ്ങളാൽ യഹോവ ശൗലിനെ രാജസ്ഥാനത്തു നിന്നും നീക്കിക്കളഞ്ഞു. തന്നെയുമല്ല, തനിക്ക് ബോധിച്ച ഒരു പുരുഷനെ യഹോവ അന്വേഷിക്കുകയും ചെയ്തു. ശമൂവേലിനോട് ദൈവം പറയുകയാണ്, ഇശായിയുടെ മക്കളിൽ ഞാനൊരു രാജാവിനെ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും. ഇശായിയുടെ മകനായ ദാവീദ് അഭിഷേകം ചെയ്യപ്പെടുകയും ദൈവത്താൽ നിയമിതനായ ദാവീദ് ഗോലിയാത്തുമായുള്ള യുദ്ധത്തിൽ ജയിക്കുകയും ചെയ്തു. യുദ്ധം ജയിച്ച് മടങ്ങി വന്ന ദാവീദിനെ എതിരേറ്റു വന്ന സ്ത്രീകൾ പാടുകയാണ്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇത് കേട്ട ശൗൽ ഏറ്റവും കോപിക്കുകയും അവർ എനിക്ക് 1000 തന്നുള്ളൂ, ദാവീദിന് 10,000 കൊടുത്തു, ഇനി രാജസ്ഥാനമല്ലാതെ ദാവീദിന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. അന്ന് മുതൽ ദാവീദിനോട് ശൗലിന് അസൂയയും കണ്ണുകടിയും തുടങ്ങി. 1 ശമൂവേൽ 18 അധ്യായം 6 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ഒടുവിൽ ശൗൽ ദാവീദിനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു. ദാവീദ് പല പ്രാവശ്യം അതിൽ നിന്നും ഒഴിഞ്ഞ് രക്ഷപ്പെട്ട ദാവീദ് തൻ്റെ സ്നേഹിതനും ശൗലിൻ്റെ മകനുമായ യോനാഥാനോട് പറയുന്ന വാക്കുകളാണ് 1 ശമൂവേൽ 20 അധ്യായം 3 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിപ്രകാരമാണ്, എനിക്കും മരണത്തിനും മധ്യേ ഒരു അടി അകലം മാത്രം. ഈ ഭാഗങ്ങളിൽ നമുക്കുള്ള സന്ദേശം എന്തെന്ന് പരിശോധിക്കാം. ഒരു വ്യക്തിയെ തൻ്റെ പ്രവൃത്തികൾക്കായി ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ യോഗ്യതകളൊന്നും കണക്കാക്കുന്നില്ല. എന്നാൽ തിരഞ്ഞെടുത്തതിന് ശേഷം അവനെ ദൈവം ശോധന ചെയ്യും. കാരണം ദൈവത്തിന് ആവശ്യം വിശ്വസ്തന്മാരെ മാത്രമാണ്. അനുസരണം കെട്ടവരെയോ മടിയന്മാരെയോ ദൈവത്തിന് ആവശ്യമില്ല. ഭയമുള്ളവരെയും ദൈവത്തിന് ആവശ്യമില്ല. ഉദാഹരണമായി കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തലനെ പൗലോസ് പറയുകയാണ്, കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയിരിക്കുന്നു എന്ന്. 1 തിമോത്തിയോസ് 1 അധ്യായം 12 വാക്യത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഞങ്ങൾ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാകുന്നവരായി തെളിഞ്ഞു എന്ന് 1 തെസ്സലോനിക്കർ 2 അധ്യായം 4 വാക്യത്തിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 വാക്യങ്ങളിൽ കൂടി പൗലോസ് നമ്മെ ഉപദേശിക്കുന്നത് എന്തെന്നാൽ, ദൈവം നമ്മെ വിളിച്ചത് നമ്മുടെ യോഗ്യതകൾ കണ്ടുകൊണ്ടല്ല, എന്നാൽ ദൈവം നമ്മെ തിരഞ്ഞെടുക്കണമെങ്കിൽ, ശുശ്രൂഷ നമ്മെ ഫലമേൽപ്പിക്കണമെങ്കിൽ നാം വിശ്വസ്തർ ആകണം എന്നത്രേ. ശൗലിനെ രാജാവാക്കുവാൻ ദൈവം അവൻ്റെ യോഗ്യതകളൊന്നും നോക്കിയില്ല. എന്നാൽ അവൻ വിശ്വസ്തനായെങ്കിൽ മാത്രമേ രാജസ്ഥാനം അവനെ ഉറപ്പിച്ച് കിട്ടുമായിരുന്നുള്ളൂ. അതിനായുള്ള പരീക്ഷകളിൽ ശൗൽ രാജാവ് തോറ്റുപോവുകയും രാജസ്ഥാനത്തു നിന്നും ദൈവം അവനെ നീക്കിക്കളയുകയും ചെയ്തു.
ഇസ്രയേലിനെ രാജാവാക്കുവാൻ ദൈവം ഒരുവനെ അന്വേഷിച്ചപ്പോൾ അത് തനിക്ക് ബോധിച്ച പുരുഷനാകണമെന്ന് ദൈവം ആഗ്രഹിച്ചു. അങ്ങനെ യിശായിയുടെ മകനായ ദാവീദിനെ ദൈവം കണ്ടെത്തി. ദാവീദിനുണ്ടായിരുന്ന യോഗ്യത അവൻ ദൈവത്തിൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ അവനേക്കാൾ എന്തുകൊണ്ടും രാജാവാകുവാൻ ശാരീരിക യോഗ്യതകളുണ്ടായിരുന്ന അവൻ്റെ സഹോദരന്മാരെ തള്ളിക്കൊണ്ട് ദൈവം ശമൂവേൽ പ്രവാചകനോട് ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ കൽപ്പിച്ചു. അങ്ങനെയാണ് തള്ളയാടുകൾ നോക്കുന്ന ജോലിയിൽ നിന്നും ദാവീദ് അഭിഷിക്തനായത്. അപ്പൻ്റെ ഒരു കഴുതയെ സൂക്ഷിക്കുവാനോ അത് കാണാതെ പോയാൽ അതിനെ 3 ദിവസം അന്വേഷിച്ചിട്ട് പോലും കണ്ടെത്തുവാനോ കഴിവോ ഉത്തരവാദിത്വമോ ഇല്ലാതിരുന്ന ശൗലിൻ്റെ സ്ഥാനത്താണ് അപ്പൻ്റെ വലിയ ആട്ടിൻകൂട്ടത്തെ കരടിയുടെയും സിംഹത്തിൻ്റെയും കയ്യിൽ നിന്ന് വിടുവിച്ച് ഒരു കുഞ്ഞാടിനെ പോലും സിംഹത്തിന് വിട്ടുകൊടുക്കാതെ അതിൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് സിംഹത്തെ കൊന്ന് അപ്പൻ്റെ കൊച്ച് ആട്ടിൻകുട്ടിയെ രക്ഷിച്ച ദാവീദിനെ ദൈവം രാജാവാക്കിയത്. ദാവീദിനെ കുന്തം കൊണ്ട് ശൗലെറിഞ്ഞപ്പോൾ അതേ കുന്തം കൊണ്ട് ശൗലിനെ വകവരുത്തുവാൻ തക്ക ശക്തിയും ധൈര്യവും ദാവീദിനുണ്ടായിരുന്നിരിക്കെ അവൻ ശൗലിനെ കൊന്നില്ല. 1 ശമൂവേൽ 18-ാം അധ്യായം 10, 11, 12 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഗുഹയിൽ വിശ്രമിച്ചു കൊണ്ടിരുന്ന ദാവീദിൻ്റെയും കൂട്ടുകാരുടെയും മുമ്പിലേക്ക് വിശ്രമിക്കുവാനായി കടന്നു വന്ന ശൗലിനെ കൊല്ലാമായിരുന്നിട്ടും ദാവീദ് അവനെ കൊന്നില്ല. 1 ശമൂവേൽ 24-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഗാഠനിദ്രയിലായിരുന്ന ശൗലിനെ കുന്തം കൊണ്ട് കുത്തിക്കൊല്ലാമായിരുന്നിട്ടും ദാവീദ് കൊന്നില്ല. 1 ശമൂവേൽ 26-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ അവസരങ്ങളിലെല്ലാം ദൈവം ദാവീദിനെ ശോധന ചെയ്യുകയായിരുന്നു. ദാവീദിൻ്റെ സ്വഭാവം ദൈവത്തിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ദൈവത്തിനറിയാമായിരുന്നു തൻ്റെ മകനായ ദാവീദ് തൻ്റെ ഹൃദയപ്രകാരമുള്ള വ്യക്തിയാണെന്ന്. എന്നാൽ പ്രവാചകനായിരുന്ന ശമൂവേലിന് ഇത് മനസ്സിലാക്കുവാൻ കഴിയുമായിരുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവമകനെ, ദൈവമകളെ, നിന്നെ ദൈവം തിരഞ്ഞെടുത്തതാണെന്നൊരു പക്ഷേ ഇന്നുള്ള പ്രവാചകന്മാർക്കോ പുരോഹിതന്മാർക്കോ മനസ്സിലാകാതെ പോയേക്കാൻ. കാരണം ദൈവം അതവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടില്ല. ആരും നിന്നെ മാനിക്കുന്നില്ലെങ്കിലും നിന്നെ നന്നായി മനസ്സിലാക്കുവാൻ ഒരുവനുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു പറഞ്ഞു, എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കയ്പുള്ള വെള്ളം കുടിക്കേണ്ടി വന്നാലും കൽപ്പനകൾ അനുസരിക്കുന്ന കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഗോലിയാത്തിനെ കൊന്ന് ശൗലിൻ്റെ മാനം രക്ഷിച്ചതുകൊണ്ട് ശൗലിന് തന്നോട് വലിയ സ്നേഹമായിരിക്കും എന്ന ചിന്തയായിരുന്നു ദാവീദിന്. എന്നാൽ കുന്തം കൊണ്ട് ഏറ് കിട്ടിയപ്പോൾ ദാവീദിന് ശൗലിന് ശരിക്കും മനസ്സിലായി. ഏതെങ്കിലും വ്യക്തികൾ നമ്മെ വാക്കുകളാകുന്ന കുന്തം കൊണ്ട് ഹൃദയത്തെ മുറിപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ഓർക്കുക, അവർക്ക് ശൗലിനെ പോലെ അഭിഷേകമില്ലാത്തതാണ് അതിന് കാരണം. നമുക്ക് ഓടി രക്ഷപ്പെടുകയല്ലാതെ മറ്റ് യാതൊരു മാർഗവുമില്ല. നാം പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ 1 ശമൂവേൽ 20-ാം അധ്യായം 3-ാം വാക്യത്തിൽ ദാവീദ് പറഞ്ഞതുപോലെ നാമും പറഞ്ഞേക്കാം, എനിക്കും മരണത്തിനും മധ്യേ ഒരു അടി അകലം മാത്രം എന്ന്. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് അപ്രകാരം ചിന്തിച്ചിട്ടുണ്ട്. ചൂരച്ചെടിയുടെ അടിയിൽ കിടക്കുകയാണ്. അപ്രകാരം ചിന്തിച്ചുകൊണ്ട് അവന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അത് തനിക്ക് മരിക്കണമെന്ന ആഗ്രഹമാണ്. ഇതേ സമയം യഹോവ ഏലിയാവിനെ അന്വേഷിക്കുകയാണ്. ചില വ്യക്തികളെ ഏലിയാവിൽ കൂടി അധികാര കൈമാറ്റം നടത്തുവാനായി 2 രാജാവിനെയും ഒരു പ്രവാചകനെയും നിയമിക്കുവാനുള്ള നിയമന ഉത്തരവുമായി ഏലിയാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം ഏലിയാവിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഏലിയാവിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യം ഇസ്രയേലിൽ മഴ പെയ്യിക്കരുത് എന്നായിരുന്നെങ്കിൽ 3 മാസവും ദൈവം മഴ പെയ്യിച്ചില്ല. കർമ്മേലിൽ തീയെ ഇറക്കണം എന്നതായിരുന്നു ഏലിയാവിൻ്റെ ആവശ്യം. ദൈവം തീയെ ഇറക്കി. ഏലിയാവിൻ്റെ യാഗം ദഹിപ്പിച്ചുകൊണ്ട് ഏലിയാവ് യഹോവയുടെ ദാസനാണെന്ന് തെളിയിച്ചു. മരുഭൂമി പോലെ ആയിത്തീർന്ന ഇസ്രയേലിൽ വീണ്ടും മഴ പെയ്യിക്കണമെന്നുള്ള ഏലിയാവിൻ്റെ പ്രാർത്ഥന കേൾക്കുവാൻ കൂടിയാണ് യഹോവ ഏലിയാവിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഏലിയാവിനെ കാത്തിരിക്കുന്നത്. സമയം പലതും കടന്നു പോയിട്ടും ഏലിയാവിനെ കാണാതായപ്പോൾ അവൻ അന്വേഷിച്ച് ചെന്നത് ദൈവം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചൂരച്ചെടിയുടെ അടിയിൽ ആയിരുന്നു.
ദൈവദ്വേഷികളും കൊലപാതകന്മാരും കിടക്കേണ്ട ചൂരച്ചെടിയുടെ അടിയിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ച ഏലിയാവേ, നിനക്കെന്ത് കാര്യമെന്നാണ് കർത്താവ് അവനോട് ചോദിക്കുന്നത്. 6 മാസത്തെ ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി ഏലിയാവിനെ മാനിക്കുവാൻ ദേശത്ത് മഴ പെയ്യ്ക്കാതിരുന്ന വിശ്വസ്തനാണ് യഹോവയായ ദൈവം അഥവാ കർത്താവായ യേശു ക്രിസ്തു. കർമ്മേലിൽ അഗ്നി ഇറക്കി ഏലിയാവ് യഹോവയുടെ ദാസനെന്ന് തെളിയിച്ച വിശ്വസ്തനാണ് യഹോവയായ ദൈവം. ആ യഹോവയോടൊരു വാക്കുപോലും ചോദിക്കാതെ ഏലിയാവിത ചൂരച്ചെടിയുടെ കീഴിൽ നിരാശനായി ഇസബേലിൻ്റെ വാക്ക് കേട്ട് പേടിച്ച് വിറച്ച് കിടക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ഏതെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ തിരമാല പോലെ ആഞ്ഞടിച്ചാലും മറ്റാരോടെങ്കിലും നമ്മുടെ പ്രശ്നങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് ചൂരച്ചെടിയുടെ തണൽ അന്വേഷിക്കാതെ സഹായിക്കുവാൻ കഴിയുന്ന യഹോവയുടെ നിഴലിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കണം. അപ്പോൾ മനസ്സിലാകും ആസാഫിൻ്റെ കരം പിടിച്ചിരിക്കുന്ന ദൈവം നമ്മുടെയും കരം പിടിച്ചിട്ടുണ്ടെന്ന്. സറാഫത്തിലെ വിധവയോട് ഏലിയാവ് പറഞ്ഞു, കലത്തിലെ മാവും ഭരണിയിലെ എണ്ണയും തീർന്നു പോവുകയില്ല എന്ന്. തൻ്റെ ദാസനായ ഏലിയാവിൻ്റെ വാക്കുപോലെ തന്നെ ദൈവം ചെയ്തു. കെരീത്ത് തോട്ടിനരികിൽ അന്നുവരെയും ആരും അനുഭവിച്ചിട്ടില്ലാത്ത അത്രയ്ക്കും ദൈവ സാന്നിധ്യം ഏലിയാവ് അനുഭവിച്ചു. യഹോവയുടെ വാക്കുപോലെ കൃത്യസമയത്ത് അപ്പവും ഇറച്ചിയും കാക്കയുടെ കൈവശം ദൈവം കൊടുത്തയച്ചത് ഏലിയാവ് എല്ലാ ദിവസവും ഭക്ഷിച്ചതാണ്. ഏലിയാവ് ദൈവത്തോട് ഇന്ന് വരെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയ്ക്കും മറുപടി ലഭിക്കാതിരുന്നിട്ടില്ല. എന്നാൽ ഇതാ ഇസബേലിൻ്റെ വെല്ലുവിളി ശബ്ദം കേട്ടപ്പോൾ, നാളെ ഈ സമയത്ത് നീ കൊല്ലിച്ച ബാലിൻ്റെ പ്രവാചകന്മാരെ പോലെ നീ ആകുമെന്ന ഇസബേലിൻ്റെ ശബ്ദത്തെങ്കിൽ ഏലിയാവ് ഇതാ നിരാശനായിരിക്കുകയാണ്. ഏലിയാവ് പറയുകയാണ്, മരിച്ചാൽ മതിയെന്ന്. ദൈവം തീരുമാനിച്ചിരിക്കുന്നത് ഏലിയാവ് മരണം കാണരുതെന്നാണ്. എന്നാൽ ഏലിയാവിൻ്റെ മരിച്ചാൽ മതിയായിരുന്നു എന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തത് നീ ഇനി ഒരിക്കലും മരിക്കുകയില്ല എന്ന രീതിയിലായിരുന്നു എന്ന് പിന്നത്തേതിൽ ഏലിയാവിന് മനസ്സിലായി. പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ ആയ കുരിശ് ചുമന്ന് മുന്നോട്ട് നടന്നു പോകുമ്പോൾ ഓർക്കുക, നാം ഒറ്റയ്ക്കല്ല, യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്ന്. നാം തളർന്നു വീഴുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കുകയില്ല. 1 ശമൂവേൽ 27-1 ഞാനൊരു ദിവസം ശൗലിൻ്റെ കയ്യാൽ പട്ടുപോവുകയുള്ളൂ എന്ന് സങ്കടപ്പെട്ട ദാവീദ് ആത്മഗതമെന്നോണം പറയുകയാണ്. ദൈവം തൻ്റെ രാജസിംഹാസനം ഉറപ്പിച്ചുവെന്ന് ദാവീദ് അറിഞ്ഞുവെന്ന്. 2 ശമൂവേൽ 5-12 വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിന് ദാവീദിനെ ബോധിച്ചതിനുള്ള കാരണം അകൃത്യം ചെയ്യാതെ അവൻ തന്നെ കാത്തു എന്നതാണ്. 18-ാം സങ്കീർത്തനം 21, 22, 23 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ന്യായപ്രമാണം നന്നായി അനുസരിക്കുന്നവനായിരുന്നു ദാവീദെന്ന് 119-ാം സങ്കീർത്തനം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ആകയാൽ നമ്മുടെ വഴികാട്ടിയായി ദൈവവചനം ഉപയോഗിച്ച് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ദാവീദിനെ പോലെയും പൗലോസിനെ പോലെയും നമുക്ക് യുദ്ധങ്ങൾ ജയിക്കുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന നന്മ പ്രാപിക്കാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷികളെ പോലെ തിളങ്ങുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. സമാധാനമില്ലാതെ ചൂരച്ചെടി അന്വേഷിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവ് സമാധാന നദി പോലെ അങ്ങയുടെ മകളുടെ ഹൃദയത്തിലേക്ക് അങ്ങ് ഒഴുക്കി കൊടുക്കണമേ. വിശ്വസ്തതയുടെ മാർഗം തിരഞ്ഞെടുക്കുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.